Hello students, once again welcome back to Team Legend online classes. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രസൻറ്റ് ടെൻസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഫോളോ അപ്പ് ചെയ്യാൻ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമറിലെ ടെൻസിൻ്റെ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാസ്റ്റ് ടെൻസ്, അതിൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ പറഞ്ഞു പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പാസ്റ്റ് ടെൻസ് ഭൂതകാലമാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് പാസ്റ്റ് ടെൻസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പാസ്റ്റ് ടെൻസിൻ്റെ ആദ്യത്തെ സബ് ഡിവിഷനാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, പ്രസൻറ്റ് ടെൻസിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ ഫോമുകൾക്കും കൃത്യമായ സ്ട്രക്ചറുണ്ട്. ഇതിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിന് ഒരു സ്ട്രക്ചറുണ്ട്, നോക്കാം. സബ്ജക്റ്റ് പ്ലസ് V2, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് വെർബ്, ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ. നോക്കാം, കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് വരുന്നത് എന്ന്. ഇവിടെ നോക്കിക്കേ, ഐ വെൻറ്റ്, ഞാൻ പോകുന്നു. നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ പ്ലൂറൽ ആ ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ അത് വരുന്നില്ല, കാരണം പാസ്റ്റ് ഫോമാണ്. ഇവിടെ നോക്കുക ഒന്നുകൂടി, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനൊപ്പം ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് ഫോമായ വെൻറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വെൻറ്റ്, ഞാൻ പോയി. യു വെൻറ്റ്, നീ പോയി. വി വെൻറ്റ്, ഞങ്ങൾ പോയി. ഹി വെൻറ്റ്, അവൻ പോയി. അപ്പോൾ ഇവിടെയെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അവിടെ സിംഗുലർ പ്ലൂറൽ വ്യത്യാസം നോക്കേണ്ടി വന്നില്ല. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും അവിടെയെല്ലാം വെൻറ്റ് എന്ന് പറയുന്ന ആ വെർബ് തന്നെയാണ്, അല്ലെങ്കിൽ വെർബിൻ്റെ V2 ഫോം, അതും അല്ലെങ്കിൽ വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പാസ്റ്റ് ടെൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ യൂസസ്, ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന്, ടു ഡിനോട്ട് ആൻ ആക്ഷൻ ഒക്കേർഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് ടൈമിൽ സംഭവിച്ച ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഇൻ 1947. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ലഭിക്കുന്നു എന്നല്ല പറഞ്ഞത്, ലഭിച്ചു. കാരണം അത് കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയാണ്. കഴിഞ്ഞു പോയ പ്രവൃത്തിയാണെന്ന് സൂചിപ്പിക്കുവാൻ 1947 എന്നൊരു വർഷവും തന്നിട്ടുണ്ട്. അടുത്ത യൂസ് ഇതാണ്, ടു ഡിനോട്ട് ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഹാബിച്വൽ ആക്ഷനെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കാം, എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റ് ഇയർ ഐ വാക്ക് ബാക്ക് ഹോം എവ്രി ഈവനിങ്. കഴിഞ്ഞ വർഷം എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ നടന്നാണ് വീട്ടിലേക്ക് പോയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം പതിവായി ചെയ്തിരുന്നൊരു കാര്യമാണ്, കാരണം അവിടെ വാക്ക്ഡ് എന്ന് പറഞ്ഞൊരു വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം നടന്നാണ് വീട്ടിലേക്ക് പോയിരുന്നത്. അപ്പോൾ അതൊരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓർത്ത് വെക്കുക, സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ നോക്കണം, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കണം, അതിൻ്റെ യൂസസ് നോക്കണം. ഇത് കൂടാതെ നിങ്ങൾക്കത് പാസ്റ്റ് ടെൻസ് ആണോ എന്ന് മനസ്സിലാകാൻ വേണ്ടി ടൈമിനെ സൂചിപ്പിക്കുന്ന ചില ആഡ്വർബുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ഇങ്ങനെയുള്ള ടൈമിനെ സൂചിപ്പിക്കുന്ന ആഡ്വർബുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി എഗോ വരുന്ന ചില ആഡ്വർബുകളുണ്ട്. എ ഫ്യൂ മിനിറ്റ്സ് എഗോ, എ ലോങ് ടൈം എഗോ, ഇങ്ങനെയുള്ള എഗോ വരുന്ന ആഡ്വർബുകൾ ഉണ്ടെങ്കിലും നമുക്ക് പറയാം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി പാസ്റ്റ് ടെൻസിൽ പറയാനുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. അതിൻ്റെ സ്ട്രക്ചറാണ് ആദ്യം പറയുന്നത്, ശ്രദ്ധിച്ചു നോക്കുക. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ്
ING ഫോം ഓഫ് വെർബ്, വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് വെർബ് എന്നിങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂറ്റി ഓഫ് എ പാസ്റ്റ് ആക്ഷൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു പാസ്റ്റ് ആക്ഷൻ്റെ കണ്ടിന്യൂറ്റിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ വാസ് ഗോയിങ്. അപ്പോൾ ഐ സിംഗുലർ ആയതുകൊണ്ട് വാസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്തു. ഐ വാസ് ഗോയിങ്, ഞാൻ പോകുകയായിരുന്നു. വി വെയർ ഗോയിങ്, ഞങ്ങൾ പോകുകയായിരുന്നു. അപ്പോൾ വി എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് വെയർ എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്തത്. നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ കുറിച്ച് കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ അത് തന്നെ വന്നിരിക്കുന്നത്. ഐ സിംഗുലർ ആയതുകൊണ്ട് വാസ് ഉപയോഗിച്ചു, വി പ്ലൂറൽ ആയതുകൊണ്ട് വെയർ ഉപയോഗിച്ചു. അപ്പോൾ വി വെയർ ഗോയിങ്, ഞങ്ങൾ പോകുകയായിരുന്നു. ഹി വാസ് ഗോയിങ്, അവൻ പോകുകയായിരുന്നു. ഹി സിംഗുലർ ആയതുകൊണ്ടാണ് വാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് പറയാനുള്ളത് എബൌട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂറ്റി ഓഫ് എ പാസ്റ്റ് ആക്ഷൻ അത് പറയാൻ വേണ്ടിയിട്ട്, ടു ഡിനോട്ട് ദ കണ്ടിന്യൂറ്റി ഓഫ് എ പാസ്റ്റ് ആക്ഷൻ, അതിനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ മറ്റ് യൂസസ്, മറ്റ് ഉപയോഗങ്ങൾ കൂടി നോക്കാം. ഫസ്റ്റ് വൺ, ടു ഡിനോട്ട് ആൻ ആക്ടിവിറ്റി that was continuing when another action took place. ഒരു പ്രവൃത്തി നടക്കുമ്പോൾ അതിനിടയിൽ കണ്ടിന്യൂ ചെയ്യുന്ന മറ്റൊരു കാര്യത്തിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. വെൻ ഹീ കെയിം ഇൻ വി വെയർ പ്ലേയിങ് ചെസ്. അവൻ അകത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ചെസ്സ് കളിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ആക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. വി വെയർ പ്ലേയിങ് ചെസ്. അവൻ അകത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ചെസ്സ് കളിക്കുകയായിരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷനാണ്. ഇതിനിടയിൽ സംഭവിച്ച കാര്യം ഇതാണ്. അടുത്തത്, ടു ഇൻഡിക്കേറ്റ് ടു ആക്ടിവിറ്റീസ് കണ്ടിന്യൂയിങ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ ചെയ്യുന്ന രണ്ട് ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ എന്താണ്? ടു ഡിനോട്ട് ആൻ ആക്ടിവിറ്റി ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് വെൻ അനദർ ആക്ഷൻ ടു പ്ലേസ്. ഒരു ആക്ഷൻ നടക്കുന്നതിനിടയിൽ കണ്ടിന്യൂ ചെയ്യുന്ന മറ്റൊരു ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ പറഞ്ഞ എന്താണ്? രണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന രണ്ട് ആക്ഷൻസിനെ കുറിച്ച് പറയുവാനും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കാം. He was reading while I was writing. He was reading while I was writing. അപ്പം ഞാൻ എഴുതുന്നതിനിടയിൽ അവൻ വായിക്കുകയായിരുന്നു. ഞാൻ എഴുതുന്നതിനിടയിൽ അതൊരു കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷനാണ്. അവൻ വായിക്കുകയായിരുന്നു, അതും കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷനാണ്. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചാണ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്, പ്രസൻറ്റും പാസ്റ്റുമായിട്ട് തിരിഞ്ഞു പോകരുത്. അതിൻ്റെ ഫോർമാറ്റ് നോക്കുക. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് വെർബ്. അത് കഴിഞ്ഞ് അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ യൂസസ്. അടുത്തത് പറയാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ അതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ ആ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നോക്കണം. അതിൽ ഹാസ് ഓർ ഹാവ് എന്നാണ് വന്നിരുന്നത്. ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റ് ഫോമാണ് ഹാഡ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഇതാണ് അതിൻ്റെ ഫോം. എക്സാമ്പിൾ നോക്കാം. I had gone. We had gone. He had gone. അവിടെ നമ്മൾ സിംഗുലർ പ്ലൂറൽ നോക്കേണ്ട ആവശ്യമില്ല. നോക്കാം. I had gone. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. We had gone. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. He had gone. അവൻ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇനി ഇതിൻ്റെ യൂസാണ് പറയാൻ പോകുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പോകുക.
ശ്രദ്ധിച്ച് കേട്ടോളൂ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിത് കേട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദ പാസ്റ്റ് പെർഫെക്റ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഏർലിയർ ഓഫ് ടു പാസ്റ്റ് ആക്ഷൻസ്. നമ്മൾ 2 പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം നടന്നതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യത്തേത് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുമ്പോൾ രണ്ടാമത്തേത് എന്തിൽ പറയേണ്ടി വരും? സിമ്പിൾ പാസ്റ്റിൽ പറയേണ്ടി വരും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ്. നമ്മൾ എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഒന്ന് നോക്കിക്കോളാം. അപ്പോൾ ദ പാസ്റ്റ് പെർഫെക്റ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഏർലിയർ ഓഫ് 2 പാസ്റ്റ് ആക്ഷൻസ്. 2 പാസ്റ്റ് ആക്ഷൻസിൽ ആദ്യം സംഭവിച്ചതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കൊണ്ടും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റ് കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾസിലേക്ക് പോകാം. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. അപ്പം ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു, കൃത്യസമയമായപ്പോഴേക്കും ട്രെയിൻ പോയി. അതിൽ ട്രെയിൻ പോയി എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്, അല്ലേ? അവൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ് രണ്ടാമത്തെ, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവളാകാം. അപ്പോൾ ഇവിടെ ട്രെയിൻ പോയത് ആദ്യത്തേതാണ്, ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ സെൻറ്റൻസ് നോക്കണ്ട, നമ്മൾ ആ സംഭവിച്ച ഇൻസിഡൻറ്റ് വെച്ചാണ് അത് നോക്കുന്നത്. അപ്പം കൃത്യമായ സമയത്ത്, ആ കൃത്യസമയത്ത് അവൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ആ ട്രെയിൻ കിട്ടിയാനല്ലേ. അപ്പോൾ ഇവിടെ ട്രെയിൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ആ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ അവൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിൽ ആദ്യം സംഭവിച്ചതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കൊണ്ടും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിലുമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കാം. വി ഹാഡ് ഫിനിഷ്ഡ് അവർ ബ്രേക്ക്ഫാസ്റ്റ് വെൻ ഹീ കെയിം ഇൻ. അവൻ വന്നപ്പോഴേക്കും ഞങ്ങൾ പ്രഭാത ഭക്ഷണം പൂർത്തീകരിച്ചിരുന്നു. അവൻ വന്നപ്പോഴേക്കും ഞങ്ങൾ പ്രഭാത ഭക്ഷണം പൂർത്തീകരിച്ചിരുന്നു. അവൻ വന്നു, കണ്ടല്ലോ, ഞങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. അപ്പം ഞങ്ങൾ പൂർത്തീകരിച്ചതാണ്, ഭക്ഷണം പൂർത്തീകരിച്ചതാണ് ആദ്യം സംഭവിച്ചത്. ഹാഡ് ഫിനിഷ്ഡ് ആദ്യം സംഭവിച്ചത് കൊണ്ട് അതെന്തെന്ന് പറഞ്ഞു? പാസ്റ്റ് പെർഫെക്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത് സംഭവിച്ച കെയിം അല്ലേ, അവൻ വന്നു. അവൻ നേരത്തെ വന്നിരുന്നെങ്കിൽ അവന് നമുക്കൊപ്പം ഇരുന്ന് കഴിക്കായിരുന്നു. പക്ഷേ അങ്ങനെയാണോ അവിടെ സംഭവിച്ചത്? അല്ല, അവൻ വന്നപ്പോൾ അല്പം താമസിച്ചു പോയി. അപ്പോൾ ആദ്യം സംഭവിച്ചത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. 2 പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിലാദ്യം സംഭവിച്ചത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിലും പറയണം. ഈ എക്സാമ്പിൾസ് നോക്കുക, ഫോം നോക്കുക. ഇത്രയുമാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അവസാനമായി പറയാനുള്ളത് പാസ്റ്റ് ടെൻസിലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കാം എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ അതിനു മുൻപ് അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് നമ്മൾ നോക്കുകയാണ്. മുൻപ് പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. വെർബ് വന്നിട്ട് ബ്രാക്കറ്റിൽ ING എന്ന് കിടന്നാൽ ING ഫോം ഓഫ് വെർബ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നോക്കാം, ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഐ ഹാഡ് ബീൻ ഗോയിങ്, വി ഹാഡ് ബീൻ ഗോയിങ്, ഹീ ഹാഡ് ബീൻ ഗോയിങ്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ജക്റ്റിൻ്റെ ആ ഒരു വെർബ് എഗ്രിമെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. കാര്യം സിംഗുലർ പ്ലൂറൽ നോക്കിയേ വേണ്ട. ഹാഡ് എന്ന് പറഞ്ഞ ഒറ്റ ഫോം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ വെർബിൻ്റെ. അപ്പം ഐ ഹാഡ് ബീൻ ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. വി ഹാഡ് ബീൻ ഗോയിങ്, ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഹീ ഹാഡ് ബീൻ ഗോയിങ്, അവൻ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്കിക്കോളാം. ഇറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് സംടൈം ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂഡ് വിത്തൗട്ട് ബ്രേക്ക് ടിൽ എ ലേറ്റർ പോയിൻ്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് ടൈമിൽ തുടങ്ങി പാസ്റ്റ് ടൈമിൽ തന്നെ ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്ന ഒരു കാര്യം. അതായത് ഒരു ബ്രേക്ക് സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടൈമിൽ തുടങ്ങി പാസ്റ്റ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തിരുന്നു. അതാണ് പാസ്റ്റ്
പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രത്യേകത. ഇനി അത് കൂടാതെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനോടൊപ്പം ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട ഒരാൾ കൂടി വരുന്നുണ്ട്. അയാൾ സിമ്പിൾ പാസ്റ്റാണ്. ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഹാഡ് ബീൻ റീഡിങ് ഫോർ അവേഴ്സ് ബിഫോർ ഈ കെയിം ഇൻ. അവൻ വരുന്നതിന് മുൻപ് മണിക്കൂറുകളോളം ഞാൻ വായിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടല്ലോ, അവൻ വരുന്നതിന് മുൻപ് മണിക്കൂറുകളോളം ഞാൻ വായിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതും പാസ്റ്റാണ്, ഇതും പാസ്റ്റാണ്. ഇത് സിമ്പിൾ പാസ്റ്റിൽ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? അവൻ വരുന്നതിന് മുൻപ് ഞാൻ മണിക്കൂറുകളോളം വായിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അതായത് അവൻ പാസ്റ്റ് ടൈമിൽ തുടങ്ങിയതാണ്, പാസ്റ്റ് ടൈമിൽ അവൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റ് ടൈമിൽ തുടങ്ങിയ ഒരു ആക്ഷൻ പാസ്റ്റ് ടൈമിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു വിത്തൗട്ട് ബ്രേക്ക്. ഇത്രയുമാണ് പാസ്റ്റ് ടെൻസിൽ നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഫോർമാറ്റുകൾ കൃത്യമായിട്ട് നോക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പാസ്റ്റ് ടെൻസിൽ ഓരോന്നിൻ്റെയും, സിമ്പിൾ പാസ്റ്റിൻ്റെയും പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെയും കൃത്യം ഫോർമാറ്റുകൾ ഓരോന്നും കറക്റ്റായിട്ട് നോട്ട്ബുക്കിലൊക്കെ എഴുതിയൊന്ന് വെക്കണം. അപ്പോൾ അത് തിരിഞ്ഞു പോകാൻ നോക്കേണ്ടത് കൂടിയൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു റൗണ്ട് ഒന്ന് വായിച്ച് നോക്കുകയും ചെയ്യണം. ഇത്രയുമാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.